ഇപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ അതിന് ഒരു വോയിസ് ഓവറും കാര്യങ്ങളൊക്കെ കൊടുക്കാവുന്നതാണ്. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പല എഡിറ്റിംഗ് ആപ്പുകളും യൂസ് ചെയ്തിട്ട് ഇത് ചെയ്യാവുന്നതാണ്. അല്ല എന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് തന്നെ ഇത് ഡയറക്റ്റ് ആയിട്ട് ചെയ്യാവുന്നതാണ്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻസ്റ്റാഗ്രാം റീൽസിൽ എങ്ങനെ നമുക്ക് വോയിസ് ഓവറും കാര്യങ്ങളൊക്കെ കൊടുക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അതിന് വേണ്ടിയിട്ട് ഇൻസ്റ്റാഗ്രാം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ താഴെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈൽ ഫോട്ടോ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മുകളിൽ ഒരു പ്ലസ് ബട്ടൺ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ റീൽ എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഗാലറിയിൽ നിങ്ങൾ എത്തുന്നതായിരിക്കും. ഗാലറിയിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീഡിയോ സെലക്ട് ചെയ്യാവുന്നതാണ്. ഒരു എക്സാമ്പിൾ ഞാൻ ഒരു വീഡിയോ സെലക്ട് ചെയ്യുകയാണ്. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മ്യൂസിക് എന്നുള്ള ബട്ടൺ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ട്രെൻഡിങ് ആയിട്ടുള്ള മ്യൂസിക്കും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ നമുക്ക് മ്യൂസിക് അല്ല ആഡ് ചെയ്യേണ്ടത്, നമുക്ക് വോയിസ് ഓവറാണ് ആഡ് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് മുകളിൽ നമുക്ക് വോയിസ് ഓവർ എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും, ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വോയിസ് ഓവർ ആഡ് ചെയ്യാനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. ഇപ്പം വോയിസ് ഓവർ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബട്ടണിൽ നമ്മൾ ലോങ് പ്രസ് ചെയ്ത് പിടിക്കുക. ലോങ് പ്രസ് ചെയ്ത് പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ റെക്കോർഡിങ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ആവുന്നതായിരിക്കും. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും റെക്കോർഡിങ് സ്റ്റാർട്ട് ആവുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് പറയേണ്ട കാര്യങ്ങളൊക്കെ ജസ്റ്റ് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഇവിടെ താഴെ നിങ്ങൾക്ക് ഡൺ ബട്ടൺ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വോയിസ് ആഡ് ആവുന്നതായിരിക്കും. ഇപ്പം ഇതാണ് ആ ഒരു വോയിസ്. അപ്പം ഒരു വോയിസ് എക്സ്ട്രാ ആഡ് ആയിട്ടുണ്ട്. ഇനി കൂടുതൽ വോയിസ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വീണ്ടും ആഡ് ഓഡിയോ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് വീണ്ടും വോയിസ് ഓവർ സെലക്ട് ചെയ്യുക. എന്നിട്ട് വീണ്ടും വോയിസ് ഓവർ നമുക്ക് നേരത്തെ പോലെ തന്നെ ആഡ് ചെയ്യാവുന്നതാണ്. അത് കഴിഞ്ഞാൽ ഡൺ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പം ഇവിടെ 2 വോയിസ് ഓവർ വന്നിട്ടുണ്ട്, പക്ഷേ രണ്ടും ഒരേ സ്പേസിലാണ് വന്നിട്ടുള്ളത്. ഇപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങോട്ട് നീക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ പൊസിഷൻസ് ഒക്കെ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഒന്നിൽ കൂടുതൽ വോയിസ് ഓവേഴ്സ് നിങ്ങൾക്ക് ഒറ്റ വീഡിയോയിൽ കൊടുക്കാവുന്നതാണ്. ഇവിടുന്ന് തന്നെ ഇത് എഡിറ്റ് ചെയ്ത് സെറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ഏതെങ്കിലും ഭാഗങ്ങളൊക്കെ ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് മൂവ് ചെയ്തിട്ട് ആവശ്യമില്ലാത്ത ഭാഗങ്ങളൊക്കെ ഒഴിവാക്കാവുന്നതാണ്. എന്നിട്ട് അത് ഇതിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ വോയിസ് എഫക്റ്റ് മാറ്റണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു എഫക്റ്റ് ഇതിൽ നിന്ന് ആഡ് ചെയ്യാവുന്നതാണ്. ഇനി ഏതെങ്കിലും വോയിസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിസ്കാർഡ് എന്നുള്ളത് കൊടുത്താൽ മതി, അത് ഡിലീറ്റ് ആയി പോകുന്നതായിരിക്കും. വീണ്ടും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ആഡ് മ്യൂസിക്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് വീണ്ടും വോയിസ് ഓവർ ആഡ് ചെയ്യാവുന്നതാണ്. എന്തായാലും അത് കഴിഞ്ഞാൽ ആ ഒരു മുകളിൽ കാണുന്ന നെക്സ്റ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു പേജിലോട്ട് എത്തുന്നതായിരിക്കും. ഇവിടെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ക്യാപ്ഷൻ കൊടുക്കാം, ആൾക്കാരെ ടാഗ് ചെയ്യാം, ഓഡിയൻസിനൊക്കെ ചേഞ്ച് ചെയ്യാവുന്നതാണ്. എന്തായാലും അത് കഴിഞ്ഞാൽ ഷെയർ ബട്ടൺ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പോസ്റ്റ് ആവുന്നതായിരിക്കും. അപ്പം ഇങ്ങനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇൻസ്റ്റാഗ്രാം റീൽസിലോട്ട് വോയിസ് ഓവർ കൊടുക്കാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ജെന്യുവൻ ആയിട്ടുള്ള അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇനി കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.